അമേരിക്കയുടെ ചരിത്രത്തിൽ 60ാമത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷനാണ് നമ്മൾ ഇപ്പോൾ സമാപനം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ്. അമേരിക്കയിലുള്ള എല്ലാവരും ഇതിൻ്റെ ഒരു ആവേശത്തിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എത്രയോ അധികം വാശിയേറിയ ഒരു ഇലക്ഷൻ കൂടിയാണ് നമ്മൾ ഈ പ്രാവശ്യം ട്രംപും കമലാ ഹാരിസിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റ് പാർട്ടിയും കൂടി ഉള്ള ഒരു മത്സരം അമേരിക്കയിൽ മുഴുവൻ വലിയൊരു തരംഗമായി തന്നെ മാറിയിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്ത്യൻ സമൂഹത്തിലും മലയാളി സമൂഹത്തിലും അതൊരു വലിയ തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിനൊരു ആൾക്കാർക്ക് ഒത്തുകൂടുവാനായിട്ട് ന്യൂജേഴ്സി സോഷ്യൽ ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ന്യൂജേഴ്സിയിൽ ഒത്തുകൂടുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് ഒരു ഇലക്ഷൻ റിസൾട്ട്സിൻ്റെ ഒരു വാച്ച് പാർട്ടി നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതുമയായിട്ട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ സാധാരണഗതിയിൽ ഇലക്ഷൻ വാച്ച് പാർട്ടികൾ സാധാരണഗതിയിൽ നടക്കാറില്ല ഇത്ര വിപുലമായിട്ട്. സാധാരണഗതിയിൽ ആൾക്കാർ കുറച്ച് ചെറിയ ഫ്രണ്ട്സ് ഗ്രൂപ്പ് കൂടുന്നതല്ലാതെ ഇന്ന് വിപുലമായിട്ട് ഏകദേശം 100-ൽ പരം ആൾക്കാർ ന്യൂജേഴ്സിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ആൾക്കാർ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. നല്ല ആവേശമുണ്ട്. ഞങ്ങൾ എല്ലാവരും വോട്ടെണ്ണലിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ്. നല്ല വാശിയേറിയ ഒരു പോരാട്ടം നടക്കും. ഇന്ന് രാത്രിയോടുകൂടി ഇതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും നാളെയെങ്കിലും നമ്മുടെ അമേരിക്കയുടെ ഒരു ഫൈനൽ റിസൾട്ട് ഇഞ്ചോടുള്ള പോരാട്ടമാണ്. 7 ബാറ്റിൽ സ്റ്റേറ്റ് ഗ്രൗണ്ടുകളിലും വളരെ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് പറയുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും ആൾക്കാരുടെ യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും ഒരു കോളേജ് എഡ്യൂക്കേറ്റഡ് ക്രൗഡിൻ്റെയും ഒരു വലിയ പിന്തുണ കമലാ ഹാരിസിനുണ്ട്. പക്ഷേ ട്രംപിനെ തള്ളിക്കളയുവാനായിട്ട് പറ്റത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഭാവി, അമേരിക്കയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയും ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയും നമുക്ക് വിഷ് ചെയ്യാം. താങ്ക് യു. അമേരിക്കൻ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ന്യൂജേഴ്സി സ്റ്റേറ്റിലെ മലയാളികൾ ഈ തെരഞ്ഞെടുപ്പിനെ വളരെ ആവേശപൂർവ്വം മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്റ്റേറ്റുകളിലൊന്നായ ന്യൂജേഴ്സിയിൽ സോഷ്യൽ ക്ലബ് ഓഫ് ന്യൂജേഴ്സി ഒരുക്കുന്ന ഇലക്ഷൻ വാച്ച് നൈറ്റിൽ നിന്നാണ് സംസാരിക്കുന്നത്. തികച്ചും ആവേശവും അതിനേക്കാൾ ഉപരിയായിട്ട് അങ്ങേയറ്റം ജനങ്ങൾ ആവേശപൂർവ്വം കാണുന്ന ഒരു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസ് വിജയിക്കുമോ അതോ ഡൊണാൾഡ് ട്രംപ് വിജയിക്കുമോ എന്നുള്ള ആവേശം എല്ലാ മലയാളികളിലും കാണുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ മലയാളികളും അങ്ങേയറ്റം ആവേശപൂർവ്വം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അമേരിക്കയുടെ 45ാമത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡൻ്റായിട്ട് കടന്നു വരുമോ അതോ അമേരിക്കയ്ക്ക് ഒരു വനിതാ പ്രസിഡൻ്റ് ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ ഉത്തരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. അതിൻ്റെ ഒരു ആവേശം എല്ലാ മലയാളികൾക്കിടയിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ജനാധിപത്യ ബോധം അങ്ങേയറ്റം ഉൾക്കൊണ്ടിട്ടുള്ള മലയാളി സമൂഹം ഈ തെരഞ്ഞെടുപ്പ് തങ്ങളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പേക്കാൾ ഉപരിയായിട്ട് ആവേശപൂർവ്വം കാണുന്നു എന്നുള്ളത് മറ്റെല്ലാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത, ഇന്ത്യൻ സമൂഹം പ്രത്യേകിച്ച് മലയാളി സമൂഹം മുൻപ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മലയാളികളിൽ തന്നെ ഒരു നല്ല വിഭാഗം ഡൊണാൾഡ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ടും ഡൊണാൾഡ് ട്രംപിനോട് ഒരു അനുഭാവം കാണിക്കുന്നതും വളരെ പ്രകടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെലുങ്ക് സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ കൂടുതലായിട്ട് അനുകൂലിക്കുന്നു. കാരണം JD വാൻസിൻ്റെ പത്നി തെലങ്കാന ഹൈദരാബാദ് മേഖലയിൽ നിന്നുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവർ ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയമാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം മലയാളി സമൂഹം ഏകദേശം ഒരു 50% ഡൊണാൾഡ് ട്രംപിനും 50% കമലാ ഹാരിസിനെ അനുകൂലിക്കുന്നു. എന്തുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയും അതിനേക്കാൾ ഉപരിയായിട്ട് ജനങ്ങളിൽ വലിയ ഒരു അത്ഭുതം ഉളവാക്കുന്ന ഒരു റിസൾട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ന്യൂജേഴ്സി സോഷ്യൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഇലക്ഷൻ വാച്ച് പാർട്ടിയിൽ വൻ ജനപങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ന്യൂജേഴ്സിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും ഒട്ടനവധി മലയാളി സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഇലക്ഷൻ വളരെ ആവേശപൂർവ്വമാണ് മലയാളി സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമലാ ഹാരിസും റിപ്പബ്ലിക്കൻ ലീഡർഷിപ്പിൽ നിന്ന് പ്രസിഡന്റ് ട്രംപിൻ്റെയും നേതൃത്വത്തിലുള്ള വാശിയേറിയ ഇലക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണെങ്കിൽ തന്നെയും അത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു സെലക്ഷൻ ആയിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് മുൻതൂക്കമുള്ള ഈ ഇലക്ഷനിൽ മലയാളി സമൂഹം മൊത്തം നല്ലൊരു അനുഭാവപൂർവമായ സപ്പോർട്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ വിധിയെ നമുക്ക് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം. എല്ലാം നല്ലതാവട്ടെ എന്നുള്ള പ്രത്യാശയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. അമേരിക്കൻ ജനതയേക്കാൾ ഉപരി ലോക ജനതയെ അങ്ങേയറ്റം ആകർഷിക്കുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയൊരു ലോകമഹായുദ്ധം വേണമോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കപ്പെടുന്ന ഒരു ഇലക്ഷനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഇന്നത്തെ സംജാതമായിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണഘടന വരേണ്ടത് വളരെ ആവശ്യമാണ്. ശക്തമായ ഭരണാധികാരികൾ വരുമ്പോൾ അമേരിക്ക മാത്രമല്ല ലോകത്തിൽ തന്നെ ഇതിൻ്റെ പ്രതിചലനങ്ങളുണ്ടാകും. അമേരിക്കയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ ന്യൂജേഴ്സിയിലാണ്, അതുകൊണ്ടാണ് ന്യൂജേഴ്സിയെ പറ്റി പറഞ്ഞത്. ന്യൂജേഴ്സി, ന്യൂയോർക്കിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇല്ലീഗലായിട്ട് വരുന്ന ടെററിസ്റ്റിൻ്റെ ഒരു താവളമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ടെററിസ്റ്റിൻ്റെ വികാരരംഗമാക്കി മാറ്റി അമേരിക്കയെ നശിപ്പിക്കുന്ന
ഡെമോക്രാറ്റിക് പാർട്ടിയെ ഒരു കാരണവശാലും വിജയിപ്പിക്കരുത്. 100% ട്രംപ് വന്നാൽ അമേരിക്ക എന്നത് മാത്രമല്ല ലോകം തന്നെ രക്ഷപ്പെടും. വളരെയധികം എനിക്കറിയാം, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വോട്ടുകളും രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്നിരുന്നാലും വളരെയധികം പ്രത്യാശയോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ട്രംപിൻ്റെ വിജയത്തിന് വേണ്ടി. താങ്ക് യു. പ്രിയപ്പെട്ട പ്രവാസി ചാനൽ പ്രേക്ഷകരെ, നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ബാബു ജോസഫ്, CPA, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് പരാമസിൽ നിന്നാണ്. സോഷ്യൽ ക്ലബ്ബ് ഓഫ് ന്യൂജേഴ്സിയുടെ ആഭിമുഖ്യത്തിൽ പരാമസിൽ ഒരുക്കിയിരിക്കുന്ന ഇലക്ഷൻ റിലേറ്റഡ് ഗെറ്റ് ടുഗദറിൽ ഞങ്ങളിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും ചൂടേറിയ ഇലക്ഷനാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കമല ഹാരിസ് ജയിക്കുമോ അതോ ട്രംപ് ജയിക്കുമോ എന്നുള്ളതല്ല ഇവിടെ പ്രധാനം. നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി ട്രംപിൻ്റെ ആൾക്കാരെന്നോ കമല ഹാരിസിൻ്റെ ആൾക്കാരെന്നോ ഭേദമില്ലാതെ മലയാളികൾ ഒറ്റക്കെട്ടായി ഇന്നിവിടെ അണിനിരന്നിരിക്കുകയാണ്. നമ്മൾ ഇലക്ഷൻ ആഘോഷിക്കുകയാണ്. അമേരിക്കൻ മെയിൻ സ്ട്രീറ്റ് മീഡിയയിലേക്കും മെയിൻ സ്ട്രീറ്റ് പൊളിറ്റിക്സിലേക്കും കടന്നു വന്നുകൊണ്ട് നമ്മൾ ഇലക്ഷൻ ആഘോഷിക്കുകയാണ്. ഈ ഇലക്ഷനിൽ ആര് ജയിക്കും എന്ന് ഇതുവരെ നമുക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. നെക്ക് ടു നെക്ക് ടൈറ്റ് കോമ്പറ്റീഷനാണ്, ടൈറ്റ് ഇലക്ഷനാണ്. നമുക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ പറയുകയാണ്. കമല ഹാരിസ് ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ട്രംപിൻ്റെ പോളിസികളോട് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല. ട്രംപിൻ്റെ പല പോളിസികളും അമേരിക്കയ്ക്ക് ഗുണകരമാകും എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ടെങ്കിലും ഒരു സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻ്റ് എന്ന നിലയ്ക്ക് എക്കണോമിക് പോളിസിയെ ഞാൻ കൂടുതലായി വിമർശിക്കുകയാണ്. ഈ പോളിസി നമുക്കൊരിക്കലും പ്രയോജനപ്പെടുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ പോളിസി കോർപ്പറേറ്റ് ടാക്സും മറ്റ് ടാക്സ് കട്ടുകളും കാര്യങ്ങളും വരുന്നത് റിച്ച് ആൻഡ് വെരി റിച്ച് പീപ്പിൾ ലൈക്ക് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ആൻഡ് അതർ കമ്പനീസ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അതുപോലെ നമ്മൾ ഇമിഗ്രേഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും, പ്രവാസി ചാനലിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമേരിക്കയിലെ ഇലക്ഷൻ നടക്കുന്ന ഇന്നേ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ രജിസ്റ്റേർഡ് മെമ്പറായ ഞാൻ ട്രംപിന് വോട്ട് ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ട്രംപിന് വോട്ട് ചെയ്യാനുള്ളൊരു കാരണം ഞാനൊരു റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പർ ആയതുകൊണ്ട് മാത്രമല്ല, ട്രംപിൻ്റെ നയങ്ങൾ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ടാണ്. ഇന്ന് ഏതാനും മണിക്കൂറുകൾക്കകം നമുക്കറിയാം ആരാണ് ഈ ഇലക്ഷനിൽ വിജയിച്ച് അടുത്ത പ്രസിഡന്റ് ആയെന്ന്. അന്ന് ട്രംപ് വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.
ഇന്നത്തെ ഇലക്ഷനിൽ അമേരിക്കയിൽ ട്രംപ് ജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇമിഗ്രൻസിൻ്റെ കടന്നുവരവ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്രിമിനൽസും ഒരുപാട് ടെററിസ്റ്റുകളും ഇന്ന് ഇവിടെ കയറി പറ്റിയിരിക്കുന്നു. രണ്ടാമതായിട്ട് വിലക്കയറ്റം. എല്ലാ രീതിയിലും എല്ലാ ഭാഗത്തും വില വളരെയധികം കൂടിയിരിക്കുന്നു. ഭക്ഷ്യവസ്തുക്കളായാലും ഗ്യാസിനായാലും ഇന്ന് വളരെയധികം വില കൂടിയതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അടുത്തതായിട്ട് ഗ്യാസിൻ്റെ വില കൂടിയിരിക്കുന്നതാണ്. നമുക്ക് ഒരു യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഗ്യാസിൻ്റെ വില അങ്ങേയറ്റം വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ 4 വർഷം ബൈഡൻ ഗവൺമെൻറ് ചെയ്തത് നമുക്ക് ഒരുപാട് ഉപദ്രവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ജയിച്ചു വരേണ്ടത്, ശക്തനായ ഒരു നേതാവ് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുകയും അവർ സഹകരിക്കുകയും ചെയ്യും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ട്രംപിൻ്റെ വിജയം 100% ഉറപ്പാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പ്രവാസി ചാനലിൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും വലിയ വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പിനാണ് ഇന്ന് അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഈ തിരഞ്ഞെടുപ്പിലേക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയുവാൻ ഇന്ന് ന്യൂജേഴ്സി സോഷ്യൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഒരു വാച്ച് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ന്യൂജേഴ്സി സോഷ്യൽ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ രൂപം കൊണ്ട സോഷ്യൽ ക്ലബ്ബ് എന്ന കൺസെപ്റ്റ്, സൗഹൃദവേദി എന്ന കൺസെപ്റ്റിൻ്റെ ചുവട് പിടിച്ച് ഇന്ന് ന്യൂജേഴ്സിയിലും ഒരു പുതിയ സോഷ്യൽ ക്ലബ്ബ് രൂപം കൊള്ളുകയാണ്, സോഷ്യൽ ക്ലബ്ബ് ഓഫ് ന്യൂജേഴ്സി. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ഇലക്ഷൻ വാച്ച് നൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്രയും വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടുണ്ടാവില്ല. ഈ തിരഞ്ഞെടുപ്പിൽ ഇന്ന് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അനേകം ആളുകൾ ഇറങ്ങി വോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ 7:30 ആകുന്നു, 8 മണി വരെയാണ് വോട്ടിംഗ് ടൈം. എന്നിട്ട് പോലും മിക്കവാറും സ്ഥലങ്ങളെല്ലാം തന്നെ വൻ ക്യൂ ആണ് രൂപപ്പെട്ടിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ. സോ ഇത്രയും വലിയ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ഇലക്ഷന് ഒന്നിച്ചിരുന്ന് ഇതിൻ്റെ റിസൾട്ട് കാണുവാൻ ഞങ്ങൾ സോഷ്യൽ ക്ലബ്ബ് ഇന്നിവിടെ ന്യൂജേഴ്സി നിവാസികൾക്ക് വേദി ഒരുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രവാസി ചാനലിന് താങ്ക് യു സോ മച്ച്.
Pravasi, welcome to America. This is the spirit of America, right? Yes. Before we get any further, let me ask you, have you all, who was legally possible, done your sacred duty today? Who all have done their sacred duty to vote today? I'm guessing all of you have done, right? We have a pretty much 100% election voting is what I'm guessing. Everyone has voted, right? It's great. I see a lot of I voted stickers too. That's perfect. Thank you all so much. I'm sure this night is going to be an exciting night. It's going to be filled with excitement. There's going to be a lot of tension, right? Nail biters. There's going to be a lot of fun too as we progress. Right? We are still waiting. What's going to happen? Do you want to move to left? Do you want to move to right? Or you've already made up your mind what's going to happen? But above all, there's going to be some, I know we are all friends. There's going to be some friendly rivalries, right? Between us, right? But as the night progresses, and I mention the word friendly because we have to keep it friendly, right? This is a civil country. This is the spirit of America. We will all keep it civil. We will all keep it very friendly as the night progresses. But thank you all once again. Now, as I welcome you all to the Election Watch Night Party, today is another special day. I want to introduce you all to a new venture called NJ Social Club New Jersey. Everyone, can you give a big hand for Social Club New Jersey? Now, this club aims to bring together community members for fun, for engaging events. Imagine a place, unique experience, where you can go for themed dinners, you can go for trivia nights, you can have welcoming, you can make new people. And that is what Social Club is all about. Whether you are a political junkie or you're just there to make friends, NJ Social Club is there for you. Now, as I invite all the members, I want you all to give a big hand to all the members, the flag bearers, the coordinators of NJ Social Club who made this night happen. Let's give a big hand to all the flag bearers and coordinators. Everyone, can you please get on stage here? Thank you. I'll now pass on the mic to them. And we'd like to hear about what's the mission, right? I just mentioned a casual mission, but there is an official mission of what NJ Social Club is going to do. And for that, I'm going to hand over the mic to you. And give me a minute while I need to play a slide. So if you have moved to the sides, please. Thank you. Who's got the mic? Thank you, Matthew. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇവൻറ്റ്. വളരെ സന്തോഷമുണ്ട് ഇത്രയും പേരെല്ലാം നിങ്ങളൊന്ന് ഒരുമിച്ച് കാണാനായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നിട്ട് മോസ്റ്റ് ഓഫ് ദ അപൂർവം കുറച്ച് സൈലോ ആളുകളാണ്. ഒരു 10 പേർക്ക് അറിയാം, മറ്റു 10 പേർക്ക് അറിയാം, മറ്റു 10 പേർക്ക് അറിയാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഇവിടെ നിന്നിട്ട് മലയാളികൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് ആ സൈലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനായിട്ട് അവിടെ പല പല ഗ്രൂപ്പുകളുണ്ടാവും. പല പള്ളികളുടെ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ബേസിസിലായിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ബേസിലായിരിക്കും. അതെല്ലാം കീപ്പ് ഇറ്റ് ഓൺ ദ സൈഡായിട്ട് ആസ് എ മലയാളി, ആസ് എൻ ഇമിഗ്രൻറ്റ് ഹിയർ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു ഷെയർ ചെയ്യാനൊരു പ്ലാറ്റ്ഫോം. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ദാറ്റ് വി ആർ സീയിങ് ഹിയർ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിലും മനോഹരമായിട്ട് നിങ്ങളെല്ലാവരും വന്നതിലും സഹകരിച്ചതിലും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ആസ് എ ക്ലബ് member andilaki, I think this is what we can call it the early success for it. So thank you all for coming. We will continue to work with all of you, and we will be more more established in coming days. Thank you, Biju. So, Social Club of New Jersey, right? The goal is we want to have an equal space without any difference between us, right? All the Malayalis and all the like-minded people together in one platform. And we want to build this as a exclusive membership for everybody who is actually, everybody like a partner, right? It's not like a hierarchy. So we want to build that kind of space for people. And our main objective is to foster the positivity in our community. Through that, we want to build a new generation and help them to develop in every possible ways, like even in our business community or political. We have people with, right now, we in Bergen County, we have Gio's son is
contesting as a commissioner, right? So we want people who can make decision for our future from our group. So that's the main goal of this, and it should be an equal, and we are all going to have a respected discussion here, right, about our policies and our future, right? That is it. That's the policy, and we welcome all of your suggestions to improve, right? This is not a final word which I am saying, right? We want all of your brain and put in your positive thoughts, and we will make it as a very good platform for all of you. Hey, Babu Chetan, come on, please. No, come on, please. Please come, please come. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എൻ്റെ പേര് ജോസഫ് ഇടികുള. ന്യൂജേഴ്സിയിൽ ഇന്ന് സോഷ്യൽ ക്ലബ്ബ് എന്നൊരു പ്രസ്ഥാനം, ഒരു കൺസെപ്റ്റ് രൂപമെടുക്കുകയാണ്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങൾ, വിവിധ സ്റ്റേറ്റുകളിൽ അങ്ങനെ ഒരു സോഷ്യൽ ക്ലബിൻ്റെ ഒരു കൺസെപ്റ്റ് രൂപമെടുത്തപ്പോൾ ഇവിടെയും എല്ലാവർക്കും ഒത്തുചേരുവാനൊരു വേദി ഒരുങ്ങുന്ന ആശയം, ആ ആശയങ്ങൾക്ക് പിന്നിലുള്ള ആളുകളാണ് ഈ നിലനിൽക്കുന്ന ഓരോരുത്തരും. സുഹൃത്ത് ബന്ധത്തിൻ്റെ ഒരു ശക്തി ഞാനിവിടെ കാണുകയാണ്. ഓരോരുത്തരും, ഞാൻ നേരിട്ട് ആരെയും അധികം ആളുകൾ 1, 2, 4 പേരെ വിളിച്ചിട്ടുള്ളൂ. ഓരോരുത്തരും അവരുടെ സുഹൃത്തുക്കളെ വിളിച്ചു കാണും, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു കാണും. നിങ്ങളെല്ലാവരും ഇവിടെ എത്തി. എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സോഷ്യൽ ക്ലബിൻ്റെ ഈ ആക്ടിവിറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയിൽ ഇന്ന് ഇത്രയും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വാശിയേറിയ ഒരു മത്സരം നടക്കുന്നത്. ആ മത്സരത്തിൻ്റെ റിസൾട്ട് ഒന്നിച്ചിരുന്ന് കാണുവാൻ സോഷ്യൽ ക്ലബ്ബ് ഇന്ന് വേദി ഒരുക്കുകയാണ്. നിങ്ങൾക്കെവർക്കും ഈ പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ ന്യൂജേഴ്സി സോഷ്യൽ ക്ലബ്ബ് എന്നുള്ളൊരു ആശയം മനസ്സിൽ വന്നിട്ട് കുറച്ച് നാളുകളായി. നിങ്ങൾക്കറിയാം, ന്യൂജേഴ്സി എന്ന് പറയുന്ന സ്റ്റേറ്റ് എനിക്ക് തോന്നുന്നത് അമേരിക്കയിലെ എന്നല്ല വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ അസോസിയേഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. ഇതിലും കൂടുതൽ അസോസിയേഷൻ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവരി മന്തിൽ ഓരോ അസോസിയേഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കക്ഷി, വർഗ, രാഷ്ട്രീയ, മത, സഭ, പിന്നെന്താ അസോസിയേഷൻ ഭേദമന്യേ ആർക്കും വന്ന് കൂടാവുന്ന, എടാ മോനെ എന്ന് വിളിക്കുമ്പോൾ എന്തടാ മോനെ എന്നോ അതിലപ്പുറം വിളിക്കാൻ പറ്റുന്ന വൈബുള്ള കുറേ പേര് കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ടാണ് ന്യൂജേഴ്സി സോഷ്യൽ ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പ്രൈം ആയിട്ടുള്ള ഞങ്ങളുടെ വൈബോട് കൂടി ആ ഒരു ഫ്രീക്വൻസി ഉള്ളവരാണെന്ന് തോന്നുന്നവരാണ് ഇന്നിവിടെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ന്യൂജേഴ്സിൽ ഇഷ്ടംപോലെ മലയാളികളുണ്ട്. പക്ഷെ നിങ്ങളെ ഞങ്ങൾ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത് ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ആ ഒരു വൈബ്, ഞങ്ങളുടെ ആ ന്യൂജേഴ്സി ക്ലബിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നവരാണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളിവിടെ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂജേഴ്സി ക്ലബിലേക്ക് സ്വാഗതം. ഇനി ഗോയിങ് ഫോർവേഡ് നമുക്ക് വേറെ പല പരിപാടികളും ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സജി ഫിലിപ്പ്. സോഷ്യൽ ക്ലബ് ഓഫ് ന്യൂജേഴ്സിയുടെ ഭാഗം ആയതിൽ അങ്ങേയറ്റം ഞാൻ അഭിമാനിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അസോസിയേഷന് യാതൊരു ക്ഷാമവും ഇല്ലാത്ത ഒരു പ്രദേശമാണ് നമ്മുടെ ന്യൂജേഴ്സി. അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ മലയാളികൾ ഏവരും അനുഭവിക്കുന്നുമുണ്ട്. കാരണം നമ്മൾ മലയാളികൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടാൻ ഇഷ്ടംപോലെ വേദികൾ അസോസിയേഷൻ നമുക്ക് ഒരുക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ക്ലബ്ബായിട്ട് കൂടുവാനായിട്ടാണ് സോഷ്യൽ ക്ലബ് ഓഫ് ന്യൂജേഴ്സി ആശയമായിട്ട് മുമ്പോട്ട് വന്നത്. അതിൻ്റെ ഒരു തുടക്കമാണിത്. ഈ തുടക്കം വളരെ മികച്ചതായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, പ്രത്യേകിച്ച് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ട്രഷറോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ആശയമായിട്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. ഇതിൻ്റെ കരുത്തെന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ തന്നെ ഇതിലെ പങ്കെടുക്കാമെന്ന് സംബന്ധിച്ച് ഇതിൽ എത്തിയ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുമ്പോട്ടും വ്യത്യസ്തമായ ഇതുപോലത്തുള്ള ഒത്തുചേരലുകളും പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കും. അതിലും നിങ്ങളുടെ ഉറച്ച പിന്തുണയും സഹകരണവും ഞങ്ങൾ എക്കാലത്തും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഈ ന്യൂജേഴ്സി ഏറ്റവും മികച്ച രീതിയിൽ മലയാളികൾക്ക് ഒത്തുചേരുവാനും ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും പുതുക്കുവാനും മാറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. സോഷ്യൽ ക്ലബ് ഓഫ് ന്യൂജേഴ്സിക്ക് നിങ്ങളുടെ എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് ജെയിംസ് ജോർജ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഈ സോഷ്യൽ ക്ലബ്ബ് എന്നൊരു ആശയം ന്യൂജേഴ്സിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരാശയം മുമ്പോട്ട് വയ്ക്കുന്നതെങ്കിലും അമേരിക്കയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എക്സ്പെഷ്യലി ചിക്കാഗോ പോലെയുള്ള സ്റ്റേറ്റുകളിൽ ഇത് വളരെ ആക്റ്റീവായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് അസോസിയേഷനുകൾക്കും പ്രാദേശിക കൂട്ടായ്മകൾക്കും അതീതമായിട്ട് കുറച്ച് റിക്രിയേഷണൽ ടൈപ്പ് ഒരു ഹാങ് ഔട്ട് ക്ലബ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി. ഒരിക്കലും നിലവിലുള്ള ഒരു പ്രാദേശിക അസോസിയേഷൻ ഇതൊരു ചലഞ്ചല്ല. തീർച്ചയായിട്ടും ആ അസോസിയേഷനിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും.
കൂടുതൽ റിക്രിയേഷണൽ ടൈപ്പ് കുറച്ചുകൂടി ഒരു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ ക്ലബ്ബ് ഓഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്നേ ദിവസം ഈ പ്ലാറ്റ്ഫോം നമുക്കെല്ലാവർക്കും കൂടി കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. മുമ്പോട്ടുള്ള ഈ പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് അരുൺ തോമസ്. ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇത്രയും വിജയകരമാകുമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. ചെറിയ ഒരു ഐ തിങ്ക് 1 or 2 വീക്സിനുള്ളിൽ ഈ ഒരു പ്രോഗ്രാം സെറ്റപ്പ് ചെയ്യുകയും ഇത്രയും ആൾക്കാർ വരികയും ചെയ്തതിന് നന്ദി. ഇനിയും ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ ഉണ്ടാകും. നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ സഹകരിക്കുന്നു. താങ്ക് യു. ഹലോ, എൻ്റെ പേര് സാം. ഇത് ആക്ച്വലി ഒരു ചിരകാല സ്വപ്നമാണ് ഈ മലയാളികളെല്ലാം കൂടെ ഒന്നിച്ച് ഒരു കുടക്കീഴി കൊണ്ടുവരാനുള്ളത്. പല പല അസോസിയേഷനുകളുണ്ട്, പള്ളിക്കൂട്ടങ്ങളുണ്ട്, എല്ലാവരും പലതായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ മലയാളികൾക്ക് എല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഒരു പ്രസ്ഥാനം കൊണ്ടുപോകണമെന്ന് പണ്ട് തൊട്ടേ ആഗ്രഹിച്ചാണ്. അതിന്ന് സാധിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പലതും ഈ ക്ലബിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പല സിമ്പോസിയങ്ങൾ, കാര്യങ്ങൾ. ഞങ്ങൾ ഓരോ ഓർഗനൈസേഷനും എഗൻസ്റ്റായിട്ടോ ബദലായിട്ടോ അല്ല ഇത് തുടങ്ങുന്നത്. ഹെൽത്തി ആയിട്ട് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഗുണമുള്ള രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അതിന് എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ബൈ. ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് ജിയോ ജോസഫ്. നമ്മളിപ്പോൾ ഇവർ പറഞ്ഞ മാതിരി തന്നെ ചിക്കാഗോയിലും ന്യൂയോർക്കിലും സോഷ്യൽ ക്ലബ്ബ് തുടങ്ങി. ഇപ്പോൾ നമ്മളിവിടെ ന്യൂജേഴ്സിയിൽ പുതിയതായിട്ട് തുടങ്ങി. ഈ ഒരു കൺസെപ്റ്റ് ഒരു പക്ഷേ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റുകളിലും വ്യാപിക്കാൻ വളരെ സ്കോപ്പുള്ളൊരു സംഭവമാണ്. കാരണം ന്യൂയോർക്കിലൊരു വടംവലി നടത്തി. ഞാൻ ആ ക്ലബ്ബിലെ മെമ്പറായിരുന്നു ആണ്. പക്ഷേ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇവൻ്റായിരുന്നു അത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ഒരു കൺസെപ്റ്റ് തുടങ്ങി. നമ്മൾ ട്രഡീഷണൽ അസോസിയേഷൻ പ്രവർത്തനങ്ങളെല്ലാം നടക്കണം. അതിനും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. കാരണം അസോസിയേഷൻ പരിപാടികളെല്ലാം നമുക്കറിയാവുന്നതാണ്. നമ്മൾ പലരും അതിൽ മെമ്പേഴ്സാണ് ഇരിക്കുന്ന എല്ലാവരിലും തന്നെ. ഇത് നമ്മൾ ഈ ബെർഗൻ ഫീൽഡ് ഏരിയ, നമ്മുടെ ഈ ബെർഗൻ കൗണ്ടി ഏരിയയിലും ഈ സൈഡിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഒരു ഏരിയയാണിത്. ഇവിടെ നമ്മൾ ഒത്തൊരുമിച്ച് പോവുകയാണെങ്കിൽ ഒട്ടനവധി നല്ല പ്രോഗ്രാംസ് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി ന്യൂജേഴ്സിയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും, അതായത് എല്ലാ അസോസിയേഷൻസ്, ഫോം ഓഫ് ഒക്കാന, നമ്മുടെ ഇവിടുത്തെ എല്ലാ ലോക്കൽ അസോസിയേഷൻസ്, അതുപോലെ തന്നെ പള്ളികൾ, വിവിധ വിഭാഗങ്ങൾ, അതിൽ നിന്നുള്ള എല്ലാവരും കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മളിത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലിപ്പോൾ തുടക്കത്തിൽ ഞങ്ങളിപ്പോൾ ഇത്ര പേര് നിൽക്കണമെന്നുണ്ടെങ്കിലും ഇനിയും ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂടെ വരാനുള്ളവരുണ്ട്. അവരോട് വരുമ്പോൾ ഒട്ടനവധി വലിയ പ്രോഗ്രാംസ് ഇവിടെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്, കാരണം നമ്മളൊക്കെ ഇവിടെ ഇനി ജീവിക്കാനുള്ളവരാണ്, നമ്മുടെ പിള്ളേർ എല്ലാം ഇവിടെ വളരാനുള്ളവരാണ്. അവർക്കൊക്കെ പല രീതിയിലും അവർക്ക് നന്മ വരാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് നടക്കും. അതിലേക്കുള്ളൊരു കാൽവെപ്പ് മാത്രമാണിത്. നിങ്ങളുടെ എല്ലാ സഹകരണം വേണം. നിങ്ങൾ തന്നെയല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത് സമാന ചിന്താഗതിയിൽ വന്ന് നമ്മളൊരു പൊളിറ്റിക്സ് ഇല്ലാതെ എല്ലാത്തിലും പങ്കെടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് പിരിയാവുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാക്കണേ. അതിൽ താല്പര്യമുള്ള എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഓൾ. എല്ലാവർക്കും ഈ ന്യൂജേഴ്സി സോഷ്യൽ ക്ലബിലേക്ക് സ്വാഗതം. നമുക്കിവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാലങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഒരു പരിചയപ്പെടുത്തലിൻ്റെ ഒരു പുതുമയും നമ്മളിതിൻ്റെ അകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ ഇത്രയും ഒരു ചെറിയ ഷോർട്ട് നോട്ടീസിൽ, എനിക്ക് തോന്നുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനകത്ത് പ്ലാൻ ചെയ്ത കാര്യമാണ്. നമ്മുടെ ന്യൂജേഴ്സിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം. നേരത്തെ പറഞ്ഞ ആൾക്കാരൊക്കെ പോലെ പല ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ പോലും മലയാളികൾക്ക് വേറെ ഒരുവിധ ബാരിയേഴ്സും ഇല്ലാതെ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ക്ലബ്ബായിട്ട് ഇതിനെ മാറ്റണം എന്നുള്ള ചിന്തയിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് ന്യൂജേഴ്സി സോഷ്യൽ ക്ലബിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് ആണ്. ആദ്യത്തെ പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഇത്രയും ഒരു പാർട്ടിസിപ്പേഷൻ തന്നെ ഈ സോഷ്യൽ ക്ലബിനെ അടുത്ത വർഷങ്ങളിൽ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് മലയാളി സമൂഹത്തിന് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ്റെ തലേ ദിവസം ഒന്നെങ്കിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ 4-5 ആൾക്കാർ കൂടി വീട്ടിൻ്റെ ബേസ്മെൻറ്റിലിരുന്ന് രാഷ്ട്രീയം പറയുന്ന ഒരു വേദിയിൽ നിന്ന് മാറ്റി മലയാളി സമൂഹത്തിനെ ഓപ്പൺലി രാഷ്ട്രീയം പറയുന്ന, അവരുടെ കുഞ്ഞുങ്ങളെ രാഷ്ട്രീയത്തിലേക്ക് കൈവച്ച് നടത്തുവാനായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കുന്ന ഒരു സംരംഭമായിട്ട് ഇതിനെ മാറട്ടെ. മലയാളികൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉന്നത രീതിയിൽ രാഷ്ട്രീയം ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികൾ.
അപ്പോൾ അത് അമേരിക്കയിൽ സാധ്യമാകട്ടെ. നമ്മുടെ മലയാളി സമൂഹത്തിൻ്റെ സ്ട്രെങ്ത്, പുതിയ ജനറേഷൻ, പുതിയ ആൾക്കാർ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ നിർണായക സ്ഥാനങ്ങൾ വഹിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇന്ന് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. എൻ്റെ പേര് ബാബു ജോസഫ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. പള്ളി എയും പള്ളി ബിയും പള്ളി സിയും, അസോസിയേഷൻ എയും അസോസിയേഷൻ ബിയും, ഡെമോക്രാറ്റും റിപ്പബ്ലിക്കൻസും എല്ലാവരും ഒന്നിച്ച് ഒരേ വേദിയിലിരുന്ന് സംസാരിക്കാനും സന്തോഷിക്കാനും കൂട്ടുകൂടാനും ഒരു ഡ്രിങ്ക്സൊക്കെ എടുക്കാനും ഇങ്ങനെയുള്ള ഒരു വേദി ഉണ്ടാവുക എന്നത് നമ്മുടെ ന്യൂജേഴ്സിയുടെ മാത്രമല്ല, അമേരിക്കയുടെ മൊത്തം ആഗ്രഹമാണ്, ആവശ്യമാണ്. ആ ആഗ്രഹവും ആ ആവശ്യവും ന്യൂജേഴ്സിയിൽ നമ്മൾ ഇന്ന് സഫലീകരിക്കുകയാണ്. തുടക്കമായിട്ട് നമ്മളിങ്ങനെ ചെറിയ രീതിയിൽ അമേരിക്കൻ ഇലക്ഷൻ സംബന്ധിച്ച് ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. അതിൽ വന്നു ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾ ഒരു ഭാര്യ റിപ്പബ്ലിക്കൻ വോട്ട് ചെയ്യുന്നു, ഭർത്താവ് ഡെമോക്രാറ്റ് വോട്ട് ചെയ്യുന്നു, ഒരു വീട്ടിൽ താമസിക്കുന്നു, മക്കൾ വേറൊരാൾക്ക് വോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ സ്നേഹത്തോടും ആ സന്തോഷത്തോടും കൂടെ അസോസിയേഷൻ എയും ഞാൻ നെയിം ചെയ്യുന്നില്ല, അസോസിയേഷൻ ബിയും, പള്ളികളും വിവിധ വിശ്വാസങ്ങളും വിവിധ പ്രത്യയ ശാസ്ത്രങ്ങളും വിവിധ രാഷ്ട്രീയ ചായ്വുകളുമുള്ള നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ആ ഒരു കൂട്ടായ്മ, ആ ഒരു ഐക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ന്യൂജേഴ്സിയുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ വളർച്ചയ്ക്ക് അത് ഒരുപാട് ഉപകരിക്കും. മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് നമ്മുടെ മക്കളെയും നമ്മളുടെ വരുന്ന ജനറേഷനിലേക്ക് ഒക്കെ ഒന്ന് പറഞ്ഞു വിടുവാനായിട്ട്, ഉണർത്തി വിടുവാനായിട്ട് സാധിക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പൊളിറ്റിക്കൽ, പള്ളി, അസോസിയേഷൻ എല്ലാത്തിൻ്റെയും അതിജീവിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കൂട്ടായ്മയായിട്ട് ഇത് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. You all saw a lot of macho men, right? 6 feet muscle-made bodybuilders standing out here. I know you couldn't actually read what they had to say about why they're doing this. Who all have glasses in their hands? Does anyone have glasses? Arun bar counter poile innu. Huh? Oralunde. Okay, whatever that is actually, right? I want you all to actually raise your glasses if you have it and raise a toast to Social Club of New Jersey while you read the message on the screen. Thank you everyone so much once again. Thank you. Now you thought what, right? This is just going to be some talks, watching election results, which by the way Georgia has closed, right? We may be getting results from North Carolina now too. You thought it was about that? You thought it was about drinks? You thought it was about the food? I'm sorry, you're completely mistaken. There is much more to tonight than just the thrill of the election results or the food or the drinks or just making friends. May I invite my partner in crime, Alvin, for taking us through the night. Please give a big hand to Alvin. Hey, thank you, Matthew. So before you guys leave from this chair, right, we have a lot of gifts there. We want to make sure that is empty, that table is empty, right? So let's start with, and Matthew, you have a lot of trivia questions, right? Like I told you, right, the night is still young, it's just getting started. Georgia, I don't think we still have the results yet, but it's going to be a long night, we all. So, yeah. Right? So, I told you, right? It's going to be a long night of a lot of things. We all want to have fun while we are taking part in the most sacred duty of every American in this country, right? While we're taking part in the elections, right? There's a lot of interesting things, right? Some people are looking into what's happening in certain countries, right? But before that, right, we have trivia's plan. We have stats plan. Who is all interested in statistics and numbers? I'm sure some of you here
maybe interested in statistics and numbers, right? If I ask you what's the, population of Cobb County and what is the, likelihood voter count percentage, who will be able to answer that? I'm sure there are people here. There's a lot of statistics and numbers which make up those election results. And we want to make it a little bit more fun. But before getting to that, right, let me ask you a simple question. A simple, very, very simple question. I know this election has a lot been about women voting. I know Babu Chatan mentioned it slightly reverse. He mentioned that husbands are voting Democrats and wives are voting Republican. I think the issue of the election is straight the reverse, right? If you see all the election ads, you'll keep hearing that, you'll keep seeing that it's the husbands are voting Republicans and the wives are secretly voting Democratic. So let me ask you the very first trivia question. Do you know at what year did women could vote in US? I'm sure a lot of people have know that. In which year was the 19th Amendment made to the Constitution so that women could vote in the US elections? Anyone here? Anyone in the crowd? Make a guess, make a wild guess, right? I'm just saying, right? I mean, it is a lot of election about women. We have the very first woman candidate on the other side. So, do we have an answer? 1920. That is correct. Who's that? We got an answer. So 1920 was the answer when women could first vote in US elections. What's your name again, sir, please? I'm sorry. George. Please, everyone, give a big hand to George. As you now see how the night is going to unfold, right? That was just a simple, small trick. But like I told you, my partner in crime is Alvin. He's going to be taking you through more such questions. As why we all want to have fun, right? While we are watching the results there. Thank you, Matthew. So let's start with one fun fact, right? You guys know there is a town in the US, right? It is already declared the result. Anybody know that town? Because they started the in-house election already at 12 a.m., 1 minute or something, right? So they already published the result. Anybody knows about that town for this election? Huh? New Hampshire, right? Yeah. So anyone? So there are 6 voters only. There are only 6 voters in that town. They already casted the vote. So anybody knows how many votes Kamala vote and Trump? Three. So what's the town name? What's the town? Okay, you both are, okay, then, okay, it's called Dixville, Notch. There are only 6 people last year. Anybody know how many Biden got last year? That's a very big deal, right? No, it was 5. So 5, and this year, it went to 3 votes went to Trump and 3 went to Harris. It's a very tight race, right? That is indicating. So let's give Shibu one gift. Shibu, you are getting a gift. So after another trivia, we'll go for next round of policy discussions, okay? That is very important for our life. So policy discussion, we don't discuss anything about any political party. We only discuss policies. You can say positive and negative, but no argument. Please just put your thoughts. That's it. Matthew, back to you. Thank you, Alvin. Now, before we go on to more tough questions, I'd like to have one more simple one, right? So the first question was, when could women vote? My next question is again on the same line. Because, when you watch the election results and everything and what's coming up, right? I mean, you all know, you all are masters than me. I'm not a political junkie, but I kind of know enough to actually keep me posted. We all say women, we all talk about race. Do you all know which was the first year that black women could vote in the election? First was women could vote. When I am asking, which was the first election when black women could vote? Anyone? Anyone other than George? Make a wild guess. 60s? That's a good answer. Anybody's got more accurate number? It's in the 60s, I'll tell you that. Black woman, first time a black woman could vote in the US elections. Let's give a big hand. What's your name, sir? Anil. Let's give a big hand to Anil. That's a beautiful answer. 1965 is when
the first time black women could vote in the US elections. I know it's a very important factor as we're talking about how race and demographics play a big part in who is deciding who's to come from the state. Alvin. So let's go to the നമ്മൾ ഇവിടുത്തെ പോളിസി ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം. അതായത് ഞാൻ ഏത് പാർട്ടിയുടെ പോളിസിയാണെന്ന് പറയുന്നില്ല. I will talk about a policy and you guys, one of you, whoever want to go first will get a gift. ആരാദ്യം പറയുന്ന അവർക്ക് ഗിഫ്റ്റ് കിട്ടും. അപ്പോൾ അവർ നിങ്ങളുടെ അഭിപ്രായം പറയാം, അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. സോ ട്രേഡ് tariffs. So one candidate is planning to apply 10 to 20% tariff on all the import to US. What do you guys think about? Huh? No. You have to say what is എന്താണ് അതിൻ്റെ നല്ല കാര്യം, എന്താണ് അതിൻ്റെ കുഴപ്പം. So, huh? You have to tell. Okay. Okay. It's definitely good because if you look at many other countries, even we all are from India, right? Even if if we look at the import policy of India, if you want to import a car from abroad, you have to pay, I think 200% tax. So it's it's only oh, okay. So I was saying that we all are from India, and even in India, we have to pay 200% import tax if you want to import a foreign car from to India. Yeah. Hello. Yeah. Okay. Yeah. പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെയുള്ള ആൾക്കാർ കൺസ്യൂമേഴ്സ് കൂടുതൽ പേ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കൺസ്യൂമേഴ്സ് പേ ചെയ്യുന്ന സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ, വാൾമാർട്ടും അങ്ങനെയുള്ള സ്ഥലത്തൂടെ അല്ലെങ്കിൽ ഡോളർ സ്റ്റോറുകൾ വഴി നമ്മൾ ഒരു കാര്യമില്ലാതെ വാങ്ങിച്ചു കൂട്ടുന്ന ജങ്ക് സാധനങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ വാങ്ങിക്കിട്ട് വരുമെന്ന് പറയുന്നത്. സോ it's always good. The policies should be always America first. Thank you, Shibu. Thank you, Shibu. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്നിടത്ത് ചോദിക്കാം, ഇന്ന് നിങ്ങൾക്ക് തണുപ്പാണോ ചൂടെടുക്കുന്നുണ്ടോ? ഇന്ന് ചൂടാണോ? ഇന്നത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു? ബാക്കിൽ നിൽക്കുന്നവരുടെ ചോദിക്കുന്നത്, അവിടെ ബാർ കൗണ്ടറിൻ്റെ നിൽക്കുന്നിടത്ത് ഇന്ന് തണുപ്പായിരുന്നോ ചൂടായിരുന്നോ? ഐ നീഡ് ടു ഹിയർ. ആരൊക്കെ പറഞ്ഞു ഇന്ന് അങ്ങനെ തണുപ്പായിരുന്നു എന്ന്? എനിവൺ? ഇന്ന് ചൂടായിരുന്നോ? അപ്പോൾ ഇന്നത്തെ ആൻസർ എന്താണ്? എല്ലാവർക്കും ചൂടെടുക്കുമായിരുന്നോ? ആൻസർ ഒന്നും കേൾക്കുന്നില്ല. വാസ് ഇറ്റ് ഹോട്ട്? വാസ് ഇറ്റ് ഹോട്ട്? ഇന്ന് ചൂടായിരുന്നോ കോൾഡായിരുന്നോ? ടു മച്ച് ഹോട്ട്. വൺ പേഴ്സൺ സെയിങ് ടു മച്ച് ഹോട്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് ചൂടായിരുന്നോ തണുപ്പായിരുന്നോ? The reason why I'm asking is, what do you think about global warming? ആരും പറയാത്തുള്ളടത്ത് ഞാൻ പോയി ചോദിക്കുക, do you have any global warming കുറിച്ച് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? It's real. It's real. Publican, but it is real. And because you're saying global warming is real? Yeah, because you got to. Global warming real അല്ല എന്ന് പറയുന്നവർ ആരുണ്ട് ഇവിടെ? Okay, we have one gentleman out here saying that global warming is not real. But first, you believe it is real? Yeah, because the. No, because ഞാൻ ചോദിച്ചില്ല. മൈക്ക് ഞാൻ കട്ട് ചെയ്യും. ഞാൻ ഡിബേറ്റ് അല്ല ഇവിടെ. ഇറ്റ്സ് എ ഫ്രണ്ട്ലി തിങ്. ഓക്കെ, അങ്കിളുടെ പേര് ചേട്ടൻ ടോം പറയുന്നു ഗ്ലോബൽ വാർമിംഗ് ഇസ് നോട്ട് റിയൽ. അല്ല, ഞാൻ വരാം അങ്ങോട്ട്. അപ്പോൾ ഒരാൾ പറയുന്നു സ്റ്റുപ്പിഡാണ്, ഫേക്ക് ആണെന്നു. മറ്റാൾ പറയുന്നു ദിസ് ഇസ് റിയൽ, വി ആർ ഫീലിംഗ് ഇറ്റ്. നമ്മൾ കോട്ടിട്ട് വന്നിട്ട് ചൂടെടുക്കുന്നു പറയുന്നു. പക്ഷെ ഒരാൾ പറയുന്നു എനിക്ക് തണുക്കുന്നു. ഞാൻ വേണം ഊരിക്കളയാം. അപ്പോൾ ലെറ്റ് മീ
Why don't you go to the mic over there? Let's hear the viewpoints, right? But do you know, but before we, no, let's discuss their viewpoints first. I'd like to hear you first. ഈ 100 ഇയേഴ്സ് മുമ്പും ഈ വെതർ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇപ്പം മാത്രമാണോ ഗ്ലോബൽ വാർമിംഗ്? അല്ലല്ലോ, പണ്ട് വർഷം ഉണ്ടായിരുന്നു ഈ സാധനം. ഈ ടെമ്പറേച്ചറും ഹൈ ആയിരുന്നു. ഇപ്പം മാത്രം എല്ലാവരും പറയുന്നു ഗ്ലോബൽ വാർമിംഗ് ആണ്. അത് സ്റ്റുപ്പിഡാണ്. ഓക്കെ, ടോം പറയുന്നു 100 years ബാക്ക് മുമ്പിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം പറയാൻ കാരണം എന്താണെന്നാണ്. ജോർജ്, what do you reply to that? But that's not based in science. It actually shows over time the temperature of the water and the earth has gone up. So again, it's nothing political. I work in chemical industry and we spend a lot of time and effort to understand global warming. So it is an absolute science that gas emissions really depletes ozone layer, which then improves. It's like you could imitate it. I mean, so 1.5 degrees is what the world temperature will rise by between now and 2030. So it's a very real thing, and you got to handle it now. Otherwise, it's not us. It's our kids, our grandkids. George, ഞാൻ പറയുന്നത് മനസ്സിലായി. But actually, what has actually happened in 100 years? നമ്മൾ 100 years back എങ്ങനെയായിരുന്നു? അന്നും ഇങ്ങനെ തന്നെയാണ് ആക്ച്വലി. ഫ്ലോറിഡ still remain Florida. ഫ്ലോറിഡ ഇപ്പോഴും മുങ്ങിപ്പോയിട്ടില്ല ആക്ച്വലി. So what is global warming? അത് പറയാനാണ് ഞാൻ ടോമിനെ മൈക്ക് കൊടുത്തത്. 2011 ലോകം എല്ലാം അവസാനിക്കുമെന്ന് പറഞ്ഞ്, അല്ല 2000 ലോകം അവസാനിക്കുന്നത്. ഞാൻ കല്യാണം പോലും കഴിക്കാതിരുന്നവരാ, മനസ്സിലായോ? 2000 ഇത് കഴിക്കോ? He's a smart man. 30 seconds. 2000 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് മനുഷ്യരെല്ലാം മെഴുകുതിരി കത്തിച്ചോണ്ടിരുന്നവരാ ഈ മലയാളികളെല്ലാവരും. ഇപ്പം ഞാനതുകൊണ്ട് കല്യാണം പോലും കഴിക്കാതിരുന്നു. അപ്പോൾ നിൽക്കപ്പെടും പറയുന്നത് പറഞ്ഞു തീരട്ടെ. അത് 1 മണി വരെ പരിപാടി. എൻ്റെ ഈ 10 മിനിറ്റത്തെ 1 മണി വരെ പരിപാടിയുണ്ട്. എൻ്റെ ഈ 2 മിനിറ്റ് ആണോ നിങ്ങൾക്ക് വലിയ വിഷയം ആണോ? അടുത്ത ആൾ. That's a good argument. ഒരു മിനിറ്റ്. പ്രിയ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രാധാന്യം തരുന്ന ഒരു സമൂഹമാണ് മീഡിയ എന്ന് പറയുന്നത്. ഇന്ന് നമ്മളുടെ ഇവിടെ ഈ പ്രോഗ്രാം ലൈവ് കവറേജായിട്ട് പിന്നെ പ്രവാസി ചാനലിൽ, അതുപോലെ ഇന്ത്യ ലൈഫ് മാഗസിൻ, അങ്ങനെ ഈ മലയാളി, സംഗമം ന്യൂസ്, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് USA. സോ എല്ലാവർക്കും ഒരു സോഷ്യൽ ക്ലബിൻ്റെ, ന്യൂജേഴ്സി സോഷ്യൽ ക്ലബിൻ്റെ പേര് ഒരു താങ്ക് യു പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സുനിൽ ട്രസ്റ്റാർ ഇവിടെയുണ്ട്, ബിനു തോമസ് ഇവിടെയുണ്ട്, ഷൈബു ഇവിടെയുണ്ട്. സോ എല്ലാവർക്കും എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും ഒരു നന്ദി പറഞ്ഞ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സുനിൽ ട്രസ്റ്റാർ, അതുപോലെ തന്നെ ഇന്ത്യ പ്രസ് ക്ലബിനും താങ്ക് യു സോ മച്ച്. Thank you, Nicola. That was let's give a big thank you and hand to all the media people who are here. Thank you so much. I want everyone to give a big hand, right? So that was a good debate on global warming, right? Whether it's real, fake. Different people have different beliefs, right? The thing is, we got to accept there's no right or wrong here. There are some facts, there's not a lot of facts. You look at history, it's all about accepting. That's the spirit of the community. That's the spirit of America, right? Good. Now, the question was, we didn't get to the question. Naturally, who was proposing policies to address global warming? Who? The most easiest question. Which candidate was promoting policies to global warming? Anyone? Huh? This election. Kamala Harris, right? All right, okay. You got we've beaten the global warming to death now. All right? Okay. Next policy question. I'm going to hand it over to Alvin to ask the next policy question. Hello. Thank you, Matthew. അടുത്ത ക്വസ്റ്റ്യൻ, പോളിസി ക്വസ്റ്റ്യൻ. ഒരു കാൻഡിഡേറ്റ് ഹലോ പൈസയ്ക്ക് ടാക്സ് ഇല്ല എന്നുള്ളൊരു പ്രപ്പോസൽ വെച്ചു. അപ്പം ആരെങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള 2 കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള 2 കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ താല്പര്യമുണ്ട് ആർക്കെങ്കിലും? അത് നല്ലതാണോ ചള്ളാണോ, എന്തുകൊണ്ടാണ്?
Anybody? Babu Chetan, you can talk about that, right? My advice is don't pay any tax on anything. Why only restrict to tips? Yeah. So the new policy they suggested is one side suggested, Trump side suggested they are going to tax tips. Tips what you get from working anywhere, in a hotel, in a restaurant, anywhere you get a tip. But the Harris side said we are not going to do it. The other way, right? Or it's yeah. So, what is your opinion? What is your opinion? Do you want to pay tax on your salary? Of course, I want to pay tax on my salary. Yes. I want to pay tax. That's okay. Yes. Thank you, Stanley, for responding. Are you all having fun? I think so. Now I'm going to have all the people standing in the back. What is known as the Keystone State? For all the people in the back. This is just for the people in the back. Everyone on the back, can I have your attention, please? The question is, what is known as the Keystone State? I can't. What is Keystone State? Alvin, can you go around? Ask them. What? Anyone not out here? They're all ones. I want to find out. ഏത് സ്റ്റേറ്റിൻ്റെ പേരാണ് കീസ്റ്റോൺ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്? ഇറ്റ്സ് ദ മോസ്റ്റ് സ്റ്റേറ്റ് നൈറ്റ്. 19 ഇലക്ട്രൽ വോട്ട്സ് തരുന്ന സ്റ്റേറ്റ് ആണത്. പുറയിൽ ആരുമില്ല ഉത്തരവാദിത്തമായിട്ട്. നിങ്ങൾക്ക് ആർക്കും പെൻസിൽവേനിയ. ബെന്നി, ഗിവ് അപ്പ്. ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഈ ഗെയിം ഇൻട്രാക്റ്റീവ് ആക്കാനായിട്ടാണ് താല്പര്യം. Okay. I have a question. English alphabet എത്ര എണ്ണം ഉണ്ട്? English alphabet എത്ര എണ്ണം ഉണ്ട്? Alphabets എത്ര എണ്ണം ഉണ്ട്? 26, right? 26, right? American ഉണ്ട് മാത്രം. അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ഒരു ലെറ്റർ മാത്രം. 50 സ്റ്റേറ്റിനെ ലെറ്റർ അതില്ല. ഒരു ഇംഗ്ലീഷ് മാത്രം എഴുതി ആർക്കാ ഗിഫ്റ്റ് കിട്ടിയത്? വീണ്ടും ആൽവിൻ, വേർ ഇസ് മൈ പാർട്ട്ണർ ഇൻ ക്രൈം? നിങ്ങൾ എൻജോയ് ചെയ്യുന്നില്ലേ? യു ആർ ഓൾ ഹാവിംഗ് ഫൺ, റൈറ്റ്? എല്ലാവരുടെയും കയ്യിൽ ഗ്ലാസ് ഉണ്ടല്ലോ, ഫുഡ് എടുത്തല്ലോ. വി ഹാവ് ആപ്പറ്റൈസ് ഓൾസോ ഓപ്പൺ, ബാർ കൗണ്ടർ ഇസ് ഓപ്പൺ. പ്ലീസ് ഫീൽ റൈറ്റ്. നമ്മളൊക്കെ എഴുന്നേപ്പിക്കും. നിങ്ങളുള്ളവരല്ല, നിങ്ങളെ ഞാൻ ത്തോട്ട് വിടും. അതുവരെ എൻജോയ് ചെയ്യുക. എൻജോയ് വിത്ത് ഓൾ ദ ഡ്രിങ്ക്സ്, എൻജോയ് വിത്ത് ഓൾ ദ ഫുഡ് ദാറ്റ് യു ഹാവ്.
between 5-year-olds. This is the largest turnout for youth. Can we all give a big hand to the youth? Old, we have the next generation voting for America, voting for the spirit of America. And having that, I'm not a youth, I'm about 40, 45. But let's hear it from the youth on what problems. Let me hand over the mic to some of the who, let's hear it from them. What are the problems facing them? Hi. Hello, hello. Hi, everyone. My name is Emmeline. My name's Sia. So one of our problems that we have is student loans. Excuse me, for the folks in the back, can I have a pin drop silence? The youth is speaking. Can I have a pin drop silence, please? Everyone at the back. Everyone at the back. I know we all want to have fun. I also want to have fun. But before that, we would like to hear our youth speak. I need more silence. Thank you. Thank you all so much. Hello, everyone. So, as part of the youth, one of the biggest problems we see is student loans. So, for us, me and Emmeline are going to be going to college soon, and it's a lot of money. And yeah, here you go. Like Sia said, since we are students applying to college soon, one of our biggest worries is funding college in some way, and tuition in the past couple years has been skyrocketing. So that has been one of our major issues recently. So a candidate that we would be hoping to, we would be hoping for a candidate to support us and to look out for students just like us who are trying to go to college. And that would be Kamala. Thank you. All right, I think we have a majority here. We have a unanimous consensus. I want a big hand to the youth. The youth is overwhelming. Kamala Harris. Right. Thank you. Hello, 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 hello. Hello, hello. Has anyone been watching TV? What's the latest update? ആർക്കെങ്കിലും ഇപ്പോൾ കറക്റ്റ് അപ്ഡേറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ടി വി നോക്കുന്നേ ഇല്ലായിരുന്നു. ജോർജിയയിൽ എന്ത് സംഭവിച്ചു? നോർത്ത് കേരളയിൽ എന്ത് സംഭവിച്ചു? പെൻസിൽവേനിയയിലെ ടേൺ ഔട്ട് എന്താണ്? സി കഴിഞ്ഞ ഇലക്ഷൻ റൈറ്റ് 2020 ഇലക്ഷൻ വാസ് ദ ബിഗ്ഗസ്റ്റ് ഇലക്ഷൻസ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്ത ഇലക്ഷൻ ആയിരുന്നു 2020. 1900 കഴിഞ്ഞിട്ട് എവർ സിൻസ് ദേ സ്റ്റാർട്ടഡ് കൗണ്ടിങ് 2020 ആയിരുന്നു ദ ബിഗ്ഗസ്റ്റ് ടേൺ ഔട്ട് ഉള്ള ഇലക്ഷൻ. പക്ഷേ ഇന്ന് ഉച്ചക്കത്തെ സ്റ്റാറ്റ്സ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഐ എം എ ബിഗ് പൊളിറ്റിക്കൽ ജങ്കി ടു. ഞാൻ ഉച്ചവരെ വായിച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിയായി തിരക്കായി പോയി. വാട്ട് ഐ ഹാവ് ബീൻ റീഡിങ് ഇസ് എല്ലായിടത്തും ഭയങ്കര ടേൺ ഔട്ട്. ഉച്ചയായപ്പോൾ തന്നെ പ്രിറ്റി മച്ച് 80% 2020 ടേൺ ഔട്ട് ആയി എന്നാണ് കേൾക്കുന്നത് എല്ലായിടത്തും. സോ ആർക്കെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് പറയാനായിട്ടുണ്ടോ? ഹൗ ഇസ് ഇറ്റ് പ്രോഗ്രസിങ്? ഹൗ ഇസ് ദ നൈറ്റ് മൂവിങ്? ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഐ ഹവ് നോട്ട് ബീൻ ലുക്കിംഗ് അറ്റ് ദ സ്ക്രീൻ. എനിക്കറിയത്തില്ല അത് കാരണം. ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ഒരു ലൈവ് അപ്ഡേറ്റ് തരാനായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ടി വി നോക്കിയിട്ട് കമൻട്രി പറഞ്ഞാലും മതി, ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ലൈവ് കമൻട്രി നോക്കിയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ്? ഓക്കെ, വി ഹാവ് എൻ പ്ലീസ് കം ഓവർ ഹിയർ, ഗെറ്റ് ഓവർ ഹിയർ. ഈ മൈക്ക് പിടിച്ചോളൂ, ഇതാ നല്ല മൈക്ക്. Right now we are seeing Trump 99 and Kamala is 27. It's really leading. What is happening now? അപ്പോൾ യു ആർ സെയിങ് Kamala is 27 and Trump is leading with 99 electoral points. That's amazing. എവിടത്തേക്ക് കൗണ്ടിങ് തുടങ്ങി? Yes, earlier to start. Are we all excited? We all excited, right? 99, 100 എത്തിയില്ല.
അപ് കെ ബാർ 100 പാർ അല്ലേ? ബട്ട് എനിവേ റൈറ്റ്, നൈറ്റ് ഇസ് സ്റ്റിൽ യങ്, യുനോ. കൗണ്ടിങ് വരുന്നു. പലയിടത്തെയും പോളിംഗ് ബൂത്ത് ഒന്നും ഇതുവരെ അടച്ചിട്ടില്ല, അടച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആക്ച്വലി. റൈറ്റ്, നെവാഡയിൽ എന്ത് സംഭവിക്കുന്നു? റൈറ്റ്, വി ഹാവ്, നമ്മളെല്ലാവർക്കും അറിയാലോ എത്ര സ്വിംഗ് സ്റ്റേറ്റ് ഉണ്ട് ഇവിടെ. നമ്മൾ എത്ര സ്വിംഗ് സ്റ്റേറ്റാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്? 7, റൈറ്റ്, 7. നിങ്ങൾ ഈ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മേശയുണ്ട് ഇവിടെ? ഒരു 7 മേശകൾ നിങ്ങൾക്ക് കാണാം. ഓരോ മേശയിലും അതേതായ സ്വിംഗ് സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ആർക്കെങ്കിലും ഫേവറേറ്റ് സ്റ്റേറ്റ് ഉണ്ടോ? എല്ലാവരും പെൻസിൽവേനിയ എന്ന് കയറി പറയരുത്. ഇത് ഞാൻ പറഞ്ഞില്ല, ദിസ് ഇസ് എ ഫൺ നൈറ്റ്. നൈറ്റ് ഇസ് സ്റ്റിൽ യങ്, വി ഹാവ് എ ലോട്ട് മോർ വേ ടു ഗോ. പെൻസിൽവേനിയൊക്കെ കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നാളെ ആകും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം കാണുവാണെങ്കിൽ എൻ്റെ ഇടതുഭാഗത്ത് ഒരൊറ്റ ആൾ പോലും ഇരിക്കുന്നില്ല. പക്ഷേ ഐ ഹാവ് 3 tables ഹിയർ ആൻഡ് 4 tables there. ഈ 3 ടേബിൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോൺസിൻ, മിഷിഗൻ ആൻഡ് പെൻസിൽവേനിയ. 19, 16, 10 ആണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. വെട്ടിച്ച് കഴിഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ്സും മതി ആ 4 സ്റ്റേറ്റ്സിനെ തോൽപ്പിക്കാൻ. ആർക്കെങ്കിലും ഫേവറേറ്റ്സ് ഉണ്ടോ? ഹു വാണ്ട്സ് ടു ഗോ ടു ആരിസോണ? ഐ വുഡ് വെൽക്കം എവറിബഡി ടു ആക്ച്വലി നൗ ഗോ ആൻഡ് ചൂസ് ഇഫ് യു നോ ദ സ്റ്റാറ്റ്സ്. ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് എല്ലാവർക്കും കാണുമല്ലോ. ഇപ്പം നെവാഡയിൽ ആ കൗണ്ടി ആണെങ്കിൽ, ഫിലഡൽഫിയ കൗണ്ടി, പെൻസിൽവേനിയയിൽ ഫിലഡൽഫിയ കൗണ്ടി ആണെങ്കിൽ എല്ലാവർക്കും അവരുടേതായ പ്രിഫറൻസ് കാണുമല്ലോ. ഞാനും അങ്ങനെ എനിക്ക് കുറേ പ്രിഫറൻസ് ഉണ്ട് ആക്ച്വലി. പക്ഷേ ഇഫ് യു ഹാവ് എ പ്രിഫറൻസ് or if you know something about that county, because the next set of questions and the fun night is going to be about that state. ആ സ്റ്റേറ്റും ആ കൗണ്ടീസും അവരുടെ പോപ്പുലേഷനും അവരുടെ ഡെമോഗ്രാഫിക്സിനെയും കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എവ്രി വൺ ഫീൽ ഫ്രീ ടു ഗെറ്റ് സീറ്റഡ് ആറ്റ് എ സ്റ്റേറ്റ് ഓഫ് യുവർ പ്രിഫറൻസ്. ഇന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നെവാഡയ്ക്ക് 6 സീറ്റ് ഉണ്ടോ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നെവാഡ ആയിരിക്കും ദ ടിപ്പിംഗ് സ്റ്റേറ്റ് ആയിരിക്കും ദ ബെസ്റ്റ് സ്റ്റേറ്റ്. യുനോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നെവാഡയിലെ 6 സീറ്റ് മതി ഇലക്ഷൻ പറഞ്ഞു നടക്കാനായിട്ട്. സോ ദാറ്റ് ഇസ് വൈ ഐ എം ടെലിംഗ് യു, എവ്രി വൺ go pick up a state of your preference and feel free to enjoy the night. Get your drinks. I'll give it some time. I want everybody to settle down, right? നമുക്ക് കുറച്ച് ഫുഡ് എടുക്കാം, കുറച്ച് ഡ്രിങ്ക്സ് എടുക്കാം. നമുക്ക് നമ്മുടെ സ്റ്റേറ്റിൽ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാമെന്നേ. ബിക്കോസ് ഐ വിൽ ബി കമ്മിങ് ടു ഈച്ച് ആൻഡ് എവറി ടേബിൾ ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഹൗ ഇസ് ദാറ്റ് സ്റ്റേറ്റ് ഡൂയിങ്? ചില ജോർജിയയും നോർത്ത് കേരളനെയൊക്കെ റിസൾട്ട്സ് ഓൾറെഡി ഓൾമോസ്റ്റ് ഡിക്ലെയർ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. So everyone, I request everyone to feel free and choose a state of your choice, right? We have the 7 states: Wisconsin, Michigan, Pennsylvania, Nevada, Georgia, Arizona. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ? I hope not, right? So that's what we want to go for. All right, thank you everyone. While everyone is taking time to settle in their own states, let's continue on to more policy questions, okay? Are you all having fun? Let me ask you, are you all having fun? We all believe in the spirit of America? Yes, that's the spirit, yes. Give a big hand for that, everyone. Thank you so much. All right. We're getting back to the policy. See, Alvin is a serious mention, right? He asked only about policies. I ask about fun, trivia, and other things which people can know. But he asked serious policy questions. Yeah, അടുത്ത policy question എന്ന് പറയുന്നത് അടുത്ത പോളിസി ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് ഒരു കാൻഡിഡേറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതായത് കൂടുതൽ പണം ഉണ്ടാക്കുന്നവർ കൂടുതൽ ടാക്സ് പേ ചെയ്യുക. ടാക്സ് ഇൻക്രീസ് ഫോർ വെൽത്തി. സോ ഇഫ് യു ആർ മേക്കിംഗ് മോർ ദാൻ 400K കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്ലാറ്റായിട്ട് 28% പോകും. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ് ഓർ വൈ?
ഈ മുതലാളിമാരെ കൂടുതൽ ചൂഷണം ചെയ്യണമെന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അത് ഒരു മുതലാളിത്ത രാജ്യത്തിന് അത് നെഗറ്റീവായിട്ട് വരും. എന്ന് വെച്ചാൽ നമ്മളൊക്കെ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വരാനുള്ള കാരണം അമേരിക്ക വലിയ ഇതാണ്, ഇതൊരു മുതലാളിത്ത രാജ്യം അതുകൊണ്ട് ഇവിടെ വന്നത്. അപ്പോൾ മുതലാളികളെ കൂടുതൽ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരിവിടെ വിട്ടുപോകും, പിന്നെ ഇവിടെ ജോലി ഇല്ലാതാവും. അപ്പോൾ അതിൻ്റെ ആർക്കെങ്കിലും അതിന് ഒരു ഡിഫറെൻ്റ് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇഷ്ടമാണ്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടോ? എനിബഡി? ആർക്കെങ്കിലും? പുള്ളി പറയുന്നത് അത് നല്ല പോളിസി അല്ല എന്നാണ്. അതായത് 400K മുകളിലുള്ള ടാക്സിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. വലിയ റിച്ചായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വളരെയധികം ടാക്സ് വാങ്ങിച്ചാൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഹാസ് ടു ബി ദർ ഈസ് നോ എക്സാക്റ്റ് പ്രിൻസിപ്പിൾ ഇല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വലിയ ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ദേ ഹാസ് ടു ബ്രിങ് ദ മണി ഇൻ ടു ദ മാർക്കറ്റ്. ഇഫ് യു പേ മോർ ടാക്സ് ദേ വിൽ നോട്ട് ബ്രിങ് ദ മണി ഇൻ ടു ദ മാർക്കറ്റ്. ഇനി താഴെയിലുള്ള ആൾക്കാർക്ക് ടാക്സ് കൂടുതൽ വേണോ എന്ന് ചോദിച്ചാൽ അതും കുറയ്ക്കണം. സോ ഇറ്റ് ഹാസ് ടു ബി ഈക്വൽ. പക്ഷെ ഒരു കാരണവശാലും റിച്ചായിട്ടുള്ള ആൾക്കാരെ ടാക്സ് കൂടുതലാക്കി കഴിഞ്ഞാൽ ദേ വിൽ കീപ് ദെയർ മണി ഇൻ ദെയർ പോക്കറ്റ്. ഇറ്റ് വിൽ നോട്ട് കം ഇൻ ടു ദ മാർക്കറ്റ്. ദെൻ ദ നോബഡി വിൽ ഗെറ്റ് ദ മണി. അത് ബിക്കോസ് അത് ഒരു വലിയൊരു പ്രിൻസിപ്പിളാണ്, പക്ഷെ സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ്. Thank you, Dr. Prangal. While Chaka Prangal was explaining that, we have a breaking news update. Namada state, New Jersey. പാലക്കാടുള്ള ഒരു പട്ടത്തിപ്പെണ്ണ് കൊണ്ടുപോയി. Kamala Harris got 14 states and got all the electors of New Jersey state. ആർക്കും കൈയടിക്കണ്ടേ? നമ്മുടെ സ്റ്റേറ്റാണ് ന്യൂ ജേഴ്സി, റൈറ്റ്? Kamala has got all the 14 electoral votes of New Jersey. Anyway, നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു, but even then I just had to say it. It was a breaking news which came right now. I just wanted to actually give you right hot off the press. The 14 electoral votes of New Jersey has been awarded to Kamala Harris, Democratic candidate. Thank you, everyone. Who wants to give a declaration announcement? ഞാനിപ്പോൾ ന്യൂ ജേഴ്സി അനൗൺസ് ചെയ്തതിൽ വേറെ ആർക്കെങ്കിലും അനൗൺസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം. റൈറ്റ്, ഇറ്റ് ഈസ് യുവർ ചാൻസ് ടു ഷൈൻ. കം ഓൺ. ബാക്കി നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും. ഫ്ലോറിഡ അനൗൺസ് ചെയ്തു, ഡെലവേർ അനൗൺസ് ചെയ്തു. ഫ്ലോറിഡ ഇസ് അനൗൺസ്ഡ്, ഫ്ലോറിഡ വിൽ ബി അനൗൺസ്. അത് രാവിലെ തന്നെ നമുക്കറിയായിരുന്നു. ഡെലവേർ അനൗൺസ് ചെയ്തോ? പ്രൊജക്റ്റഡ് വിന്നർ. റെഡ് ഏതൊക്കെ അനൗൺസ് ചെയ്തു? Alabama is announced. Not yet. Florida announce ചെയ്തോ? ഇൻട്രസ്റ്റിംഗ്. ഞാൻ നേരത്തെ യൂത്തിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു. ഐ മെൻഷൻ ദാറ്റ് നെവാഡ ഇറ്റ് കുഡ് ബി ദ ടിപ്പിംഗ് സ്റ്റേറ്റ് ചിലപ്പോൾ, റൈറ്റ്? ഇന്ന് ഭയങ്കര ടേൺ ഔട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2020 election was the biggest turnout in the history of American elections. അത് കഴിഞ്ഞിട്ട് ഇന്ന് ആഫ്റ്റർനൂൺ സ്റ്റാറ്റ്സ് അനുസരിച്ച് 2024 ആയിരിക്കാം. മിക്കയിടത്തും 80% ആയി, പലയിടത്തും ഉച്ചയ്ക്ക് തന്നെ. വൈകിട്ടത്തെ ഇലക്ഷൻ പോലെ ഇരിക്കും. ദിസ് കുഡ് ബി പോസിബിളി പലയിടത്തും പെൻസിൽവേനിയ, ജോർജിയയിലൊക്കെ this could be the biggest turnout election so far if the trends continue in the afternoon. ഞാൻ പറഞ്ഞു എനിക്ക് 12 മണി കഴിഞ്ഞിട്ടുള്ള എന്ത് നടന്നു എന്ന് എനിക്ക് അറിയത്തില്ല. So far we were trending pretty good to catch up with 2020. Now having said that about നെവാഡ, ഞാൻ നെവാഡ കുറേ ഫോളോ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 6 വോട്ടേ ഉള്ളെങ്കിലും ഇന്നത്തെ 24% election day votes of Nevada was done by youth. 18 to 25-year-old youth ആണ് 25% ഇന്നത്തെ വോട്ട് കൊടുത്തത്. അതായത് വാട്ട് വി ആർ സീയിങ് ഇൻ മിഷിഗൻ, ഐ എം ടെലിങ് യു. ഞാനിവിടെ വരുന്നത് ഉച്ചവരെ ട്രാക്ക് ചെയ്ത ന്യൂസ് അനുസരിച്ച് മിഷിഗൻ, ആൻ ആർബർ, അങ്ങനെ പലയിടത്തും യൂത്ത് ടേൺ ഔട്ട് ഇസ് വെരി വെരി ഹൈ.
ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ആ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഒരു ഫയലിൽ നിന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഐ ഡൺ ദിസ് ഇൻ 2020 ഓൾസോ. ഞാനത് ഡൗൺലോഡ് ചെയ്തപ്പോഴത്തേക്കും ഇന്ന് അത് ഭയങ്കര സ്ലോ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ലോട്ട് മോർ പീപ്പിൾ വോട്ടിംഗ് ആക്ച്വലി. That's the spirit of America. We've got more turnout, more youth coming out. So, like I said, it's going to be a very, very interesting night. It is going to be a long, long night. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, നോർത്ത് കാരോലൈന, ജോർജിയ, നെവാഡയിലൊക്കെ റെക്കോർഡ് ടേൺ ഔട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദ സർപ്രൈസിങ് വൺ കുഡ് ബി പെൻസിൽവേനിയ, റൈറ്റ്? 19 വോട്ടുള്ള പെൻസിൽവേനിയയിൽ മെഗാ മാസീവ് ടേൺ ഔട്ടാണ് ആക്ച്വലി നടന്നത്. അറ്റ്ലീസ്റ്റ് ആസ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ. ഞാൻ ലേറ്റസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ നമ്പേഴ്സ് ഒന്ന് പറയാം. പക്ഷേ ദീസ് ആർ ലൈവ് നമ്പേഴ്സ് ആസ് റിപ്പോർട്ടിംഗ് ടു യു ബൈ ദിസ് ആഫ്റ്റർനൂൺ. ഞാൻ ട്രാക്ക് എടുത്തോളം 2 കൗണ്ടി, ഞാൻ പറഞ്ഞില്ല, എല്ലാ സ്റ്റേറ്റിനും 1-2 കൗണ്ടി കാണും, റൈറ്റ്? വേർ ദർ ഇസ് എ പോപ്പുലേഷൻസ്. ഇപ്പം നെവാഡ ആയിക്കഴിഞ്ഞാൽ ഇതായിരുന്നു കോപ്പ് കൗണ്ടി അല്ലേ. അറ്റ്ലാന്റ ആയിക്കഴിഞ്ഞാൽ ഡികാൽബ് കൗണ്ടി, ഫൾട്ടൺ കൗണ്ടി. പെൻസിൽവേനിയ ആയിക്കഴിഞ്ഞാൽ യു ഹാവ് ദ ഫിലഡൽഫിയ കൗണ്ടി, അലഗ്നാനി കൗണ്ടി, ഈറി കൗണ്ടി. അങ്ങനെ ഓരോ സ്റ്റേറ്റിനും അങ്ങനെ ആരിസോണ ആയിക്കഴിഞ്ഞാൽ മാരിക്കോപ്പ കൗണ്ടി ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കൗണ്ടീസ്. കൗണ്ടി ആര് ജയിക്കുന്നു അങ്ങനെയായിരിക്കും. ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ ദ മാപ്സ് ആർ ഡ്രോൺ. ജെർമാൻഡറിങ്ങും മാപ്സും ഒക്കെ വരച്ചിരിക്കുന്നത് കൗണ്ടിയുടെ സ്റ്റേറ്റ് ലൈൻസിൽ വെച്ചിട്ടുണ്ട്. ഹൂ ഗെറ്റ്സ് ദ കൗണ്ടി ഈസ് വാട്ട് ഇസ് ഗോയിങ് ടു വിൻ ദ ഇലക്ഷൻ. സോ ഈ 7 സ്റ്റേറ്റിനകത്ത് all you have to do is follow the counties, who is doing what and what is pending, എന്തോരം ബാക്കിയുണ്ടെന്ന് ഓരോരോ കൗണ്ടിയിലും. അത് തന്നെയാണ് അവിടെ കിടന്ന് സ്റ്റീവ് ആർണഗി ഒച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. എനിവേ, താങ്ക് യു. മേ ഐ ഇൻവൈറ്റ് മൈ പാർട്ണർ ഇൻ ക്രൈം ആൽവിൻ, റൈറ്റ്? സോ ഇതുവരെ ആരും ടേബിളിൽ പോയി ഇരുന്നില്ലേ? സ്റ്റേറ്റിലോട്ട് പോയില്ലേ ആരും ഇതുവരെ? For folks in the back, I know we all have drinks in the hand, we all are enjoying some fun. Let's have some even more fun, right? I would really, really appreciate, because we have still we have 7 more gifts for the 7 states. So if you all can represent any state and you want to go sit there, അവിടെയും ടി വി ഉണ്ട്, ഇവിടെയും ടി വി ഉണ്ട്. എല്ലാവർക്കും ടി വി കാണാം. എന്താ നടക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും കാണാൻ പറ്റും. ഓൾറൈറ്റ്? സോ ഞാനിനി അടുത്തത് മൈക്കായിട്ട് വരുന്നത് I will see you in your state. ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റിൽ വന്ന് കാണുന്നതായിരിക്കും. അല്ലാണ്ട് ഞാൻ ആരെയും വന്ന് കാണുന്നതല്ല. ഓക്കെ? താങ്ക് യു എവ്രി വൺ. ന്യൂസ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. എനി സർപ്രൈസസ്? ആരെങ്കിലും എന്തെങ്കിലും സർപ്രൈസ് കണ്ടോ? എനിവൺ? നിങ്ങളെല്ലാവരും ന്യൂസ് കാണുന്നുണ്ടോ? അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലിപ്പ് കിട്ടിയോ? എന്തെങ്കിലും സർപ്രൈസസ്? എനി സ്റ്റേറ്റ്? ഏതെങ്കിലും സ്വിംഗ് സ്റ്റേറ്റിൽ എന്തെങ്കിലും
സർപ്രൈസ് ആയിട്ട് നിങ്ങൾ കണ്ടോ? ഓക്കെ, ഇങ്ങോട്ട് വരൂ. പെൻസിൽവേനിയ. ഓക്കെ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പെൻസിൽവേനിയ? സ്റ്റേറ്റ് ഓഫ് ദ റേസ് ഇൻ പെൻസിൽവേനിയ പറയൂ. ഞാൻ ഇതുവരെ പെൻസിൽവാനിയയിലെ കണ്ടേക്കുന്ന പ്രത്യേകിച്ച് സ്വിംഗ് കൗണ്ടീസ് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഹാരിസിന് മുൻതൂക്കമാണ് കാണുന്നത്. ഈ ട്രെൻഡ് പോവുകയാണെങ്കിൽ പെൻസിൽവാനിയ ഹാരിസ് നേടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. ദാറ്റ്സ് എ വെരി ഗുഡ് ഒബ്സർവേഷൻ, റൈറ്റ്? പെൻസിൽവേനിയ 11% റിപ്പോർട്ട് ചെയ്യുമ്പോൾ കമല ഹാരിസ് 70%, 70. പെൻസിൽവേനിയ ഇസ് ഗോയിങ് ടു ബി എ ബെൽവെദർ സ്റ്റേറ്റ്. 19 ഇലക്ട്രൽ സീറ്റുള്ള പെൻസിൽവേനിയ 11% റിപ്പോർട്ടിംഗ് ഉള്ളപ്പോൾ കമല ഇസ് ലീഡിംഗ് 70-30. It is going to be a big shocker of the evening. So far, if trends hold, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വോട്ട് ടേൺ ഔട്ടിൻ്റെ കാര്യം. ഉച്ചയായപ്പോൾ തന്നെ ഓൾമോസ്റ്റ് പെൻസിൽവേനിയയിലെ ബിഗ്ഗസ്റ്റ് കൗണ്ടീസ് were all 80%. What we are seeing in Pennsylvania is, so far, Kamala has got an unsurmountable lead. She is 70% actually with 11% voting. Well, let's see how the night goes. 11% ആയുള്ളൂ പെൻസിൽവേനിയ. I'll tell you, right? പെൻസിൽവേനിയയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം പോകും, ചൊവ്വാഴ്ച ആൻഡ് ബുധനാഴ്ച. യൂഷ്വലി പെൻസിൽവേനിയയുടെ ഫുൾ റിസൾട്ട്സ് കിട്ടാനായിട്ട്. സോ ഇറ്റ്സ് സ്റ്റിൽ ഏർലി ഡേയ്സ്. ഇറ്റ്സ് ഓൺലി 11%. എല്ലാവരും ശാന്തരാകുക. ഐ നോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് അല്ലായിരിക്കാം, നമ്മളല്ല, ചിലർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് അല്ലായിരിക്കാം, ചിലർ എക്സ്പെക്ട് ചെയ്യുന്നത് അതായിരിക്കാം. ബട്ട് ദെൻ പെൻസിൽവേനിയ ഇസ് ആബ്സല്യൂട്ട്ലി ഷോക്കിംഗ് സോ ഫാർ. അത്ര എനിക്ക് പറയാനായിട്ടുള്ളൂ. താങ്ക് യു. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ പോളി മാർക്കറ്റ്, അതായത് അതിൽ ട്രംപിനാണ് മുൻതൂക്കം. കാര്യം പോളി മാർക്കറ്റിലെ ആളുകൾ കാശ് ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ അവർ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 60% നിന്ന ട്രംപ് ഇപ്പോൾ 70% ആയി. അപ്പോൾ ആരെങ്കിലും തോക്കുന്ന ഒരു കാൻഡിഡേറ്റിന് വേണ്ടി 10% പൈസ കൂടുതലിടുമോ? സോ ഐ ആം നോട്ട് ഷുവർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. What do you think, Matthew? The poly market result, it was 60%, now jumped to 70%. What do you think about it? ഇവിടെ ആർക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് ടു ഓൾ ദ ടെക്കീസ്. വാട്ട് ഈസ് പോളി മാർക്കറ്റ്? ഈ ന്യൂസ് സൈക്കിളിൽ പോളി മാർക്കറ്റ് എന്ന് മിക്ക ദിവസം ചിലരൊക്കെ ന്യൂസ് ഫോളോ ചെയ്യുന്നവർ കേട്ട് കാണും. നമ്മളൊക്കെ പണ്ട് ആരാണ് ടി വിയിൽ ഓരോ റിപ്പോർട്ടേഴ്സിനെ കാണുന്നു, നമ്മൾ പോൾസ്റ്റേഴ്സിനെ ഫോളോ ചെയ്യുന്നു. കുറേ പോളിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ന്യൂയോർക്ക് ടൈംസ്, മാരിസ് പോള്, സെൽസർ പോള്. അങ്ങനെ ഈ ഇലക്ഷന് കുതിച്ച് കയറി വന്ന ഒരു പുതിയ ആളാണ് പോളി മാർക്കറ്റ്. ആർക്കറിയാം പോളി മാർക്കറ്റിനെ കുറിച്ച്? Who can talk about poly market? Joby, do you know what is poly market? You've not been following the elections so bad. Who else? Anyone out here know what is poly market? P-O-L-Y market, poly market. Well, if there is no one to answer that, let me tell you that. So, poly market is nothing but a betting site. But ഈ ഇലക്ഷന് പോളി മാർക്കറ്റ് ഹാസ് ബീൻ ഇൻഫ്ലുവൻസിങ് ലോട്ട് ഓഫ് പോൾസ്റ്റേഴ്സ്. പോളിംഗ് ചെയ്യുന്ന പല ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സൈറ്റാണ് പോളി മാർക്കറ്റ്. അതിൽ കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നതും നമ്മുടെ ടി വി ചാനലുകൾ, റെഡ് ആയാലും ബ്ലൂ ആയാലും 2 ചാനലും നിരന്തരം കാണിച്ചുകൊണ്ടിരുന്ന ഒരു സൈറ്റാണ് പോളി മാർക്കറ്റിൻ്റെ റേറ്റിങ്സ്. അതായത് ആർക്കാണ് ബെറ്റ് ചെയ്യുന്നത്. 3-1 ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു 70% ഫോർ എ ലോങ് ടൈം. പോളി മാർക്കറ്റ് പറയുന്നത് ട്രംപാണ് ജയിക്കുന്നുള്ളത്. അവർ ലൈവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ പോൾസ്റ്റേഴ്സിൻ്റെ ടി വിക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ? അവരൊരു ദിവസം മുമ്പേ ഉള്ള ആൾക്കാരുടെ എക്സിറ്റ് പോൾ എടുത്തായിരിക്കും. ദേ ആർ വെരി ഓൾഡ്. പോളി മാർക്കറ്റ് ഇസ് റിയൽ ടൈം, ലൈവ് ടൈം പോളിംഗ് ബേസ്ഡ് ഓൺ ദ ബെറ്റിംഗ് മാർക്കറ്റ്. സോ ബെറ്റിംഗ് മാർക്കറ്റ് മെയിൻ സ്ട്രീമായ ഫസ്റ്റ് ഇലക്ഷനാണത്. ദ 2024 election is first time when crypto market based betting site called poly market has become mainstream, right? So poly market പറയുന്നത് what is happening എന്തോ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.
Why don't you come here? We have a gentleman here who knows about Poly Market. No, I was saying that Poly Market, the amount of betting that took place, it was $3.5 billion worth of betting that took place in this election. 3.5 billion. And 63% to Trump. So, amazing. That's great. Thank you for that beautiful piece of advice. $3.5 billion ആണ് പോളി മാർക്കറ്റിൽ ബെറ്റിംഗ് നടന്നിരിക്കുന്നത്. $3.5 billion. Alright. ഇതിൻ്റെ ഇടയിൽ പുതിയ വല്ലതും നടന്നായിരുന്നോ? Any new call outs? ഞാനൊന്നും ഫോളോ ചെയ്യുന്നില്ല. പെൻസിൽവേനിയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12% in and 70-30 is the ratio. So it's going to be very tight. Another one is Kalshi market, which is same like Poly market. Trump is winning there, again 70%. Harris is 30%. This one. You want to talk about Kalshi market. This is another, it's like a Poly market. There also Trump is leading. Any new results that's come out? Actually, what is happening? What's the state of the race? May I ask Biju Ettungal. Can you please come here and announce the state of the race? Please give an update to NJ Social Club of New Jersey, the state of the race as of 8:47 p.m. State of the race. എന്താണ് പറയുന്നത്? റേസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ? നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കേൾക്കണ്ടോ? എത്ര പേരിൽ കേൾക്കണ്ട്? 1 2 കേൾക്കുന്നുണ്ടോ? ആരും കേൾക്കുന്നില്ല. എല്ലാവരും ആ പ്രഡിക്ഷൻ ഒന്ന് സബ്മിറ്റ് ചെയ്യുമോ? പ്രഡിക്ഷൻസ് നമ്മളെപ്പോഴാണ് ഡ്രോ ചെയ്യണേ? അതെയോ? ടൈം എത്രയായി? 9 o'clock ക്ലോസ് ചെയ്യാം. ഹലോ, എല്ലാവരുടെയും ഒരു ശ്രദ്ധയ്ക്ക്. ഹലോ 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 അന്ന് കോർണറിലുള്ളത് കേൾക്കണ്ടോ? ഹലോ ബാബു ചേട്ടാ കേൾക്കണ്ടോ? ജെറി ഹലോ, സണ്ണി കേൾക്കണ്ടോ? ഹലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. കറക്റ്റ് ഷാർപ്പ് നെക്സ്റ്റ് ഇൻ 11 minutes നമ്മളത് ക്ലോസ് ചെയ്യും. ഓളെ താങ്ക് യു. നമ്മൾ ഫുഡ് ഓപ്പൺ ആക്കണമാണ്. ഫുഡ് ഈസ് ഓപ്പൺ ആണ്. ഡിന്നർ ഓപ്പൺ ആണ്. നല്ല നെയ്ച്ചോറും ചിക്കനുമാണ് ഉള്ളത്. പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. we talked about Pennsylvania. ഇതിൻ്റെ ഇടയിൽ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ മിഷിഗൻ ആരെങ്കിലും ഫോളോ ചെയ്തോ? മിഷിഗനിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ആരെങ്കിലും, മിഷിഗനിൽ എന്താ നടക്കുന്നതെന്ന് ആരെങ്കിലും ഫോളോ ചെയ്തോ? ഞാൻ നോക്കുന്നില്ലായിരുന്നു. എനിവൺ നോസ് മിഷിഗൻ? ബാക്കിൽ നിൽക്കുന്നവർ ആരെങ്കിലും മിഷിഗൻ ഫോളോ ചെയ്യുന്നുണ്ടോ? നോർത്ത് കാരോലൈനയിൽ എന്താണ് സംഭവിക്കുന്നത്? ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ നോർത്ത് കാരോലൈന? Why don't you please come over here again, please? I'm going to inviting you. Pray. No, we have some exciting news coming out of North Carolina. ഞങ്ങൾക്കറിയണം എന്താണ് നോർത്ത് കാരോലൈനയിൽ സംഭവിക്കുന്നത്. Why don't you please come here? Please. No, that's fine. All right. Michigan. My first question was about Michigan. What is the state of race in Michigan? And I have here, gentlemen, what's your name again? Irvin, can you get over here, please? Can you please talk about the state of race in Michigan?
നിങ്ങളെല്ലാവരും എൻ്റെ ഇന്ന് പെൻസിൽവേനിയനെ കുറിച്ച് കേട്ടു, നെവാഡനെ കുറിച്ച് കേട്ടു. ബട്ട് വി ഹാവൻ ഹേർഡ് എനിത്തിങ് ഫ്രം മിഷിഗൻ. മിഷിഗനിലെ ഗവർണർ ആരാ? മിഷിഗനിലെ ഗവർണർ ആരാ? ആർക്കറിയില്ല? ഇറ്റ്സ് ഗ്രച്ചൻ വിൽമർ. ബിഗ് ഗ്രച്ച് എന്ന് വിളിക്കും. ഓൾറൈറ്റ്, എർവിൻ, വാട്ട്സ് ദ സ്റ്റേറ്റ് ഓഫ് ദ റേസ് ഇൻ മിഷിഗൻ? Republicans are leading. Republicans are leading. What percentage of the turnout is in? 61. 61%. And what's the margin of the race so far? 65. 65-35. So Michigan, ഞാൻ നേരത്തെ പെൻസിൽവേനിയ സർപ്രൈസ് എന്ന് പറഞ്ഞതുപോലെ മിഷിഗൻ is very, very surprising. ഇന്ന് രാത്രിയിലത്തെ another surprising result ചിലപ്പോൾ മിഷിഗൻ ആയിരിക്കാം. Michigan is ruled by a Democratic governor, and I don't know how many times Kamala Harris has actually gone there and campaigned with Gretchen Whitmer, with Tony Evers. Despite that, Pullikari, if she's behind by 65-35 with 60% in, so Democrats in Michigan could be a problem, right? Again, these are all must-win states, right? Wisconsin, Michigan, Pennsylvania, right? ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ തന്നെ യു ഓൾറെഡി ഗെറ്റ് 45 സീറ്റ് ആവും തോന്നുന്നു, 44 സീറ്റാന്ന് തോന്നുന്നു, റൈറ്റ്? സോ ബാലൻസ് ചെയ്തേക്കാം. വിസ്കോൺസിലെ 11 പെൻസിൽവേനിയയിലെ 19 ടൈ ഔട്ടായി പോയേക്കാം. സോ ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് നൈറ്റ് ഫോർ അസ്. താങ്ക് യു എർവിൻ. ഹൂ നോസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ആരിസോണ? ആർക്കെങ്കിലും ഉണ്ട് ഇവിടെ ആരിസോണയെ കുറിച്ച് എന്താ നടക്കുന്നതെന്നുള്ളത്? ഐ ഹാവ് നോട്ട് ബീൻ ഫോളോയിങ് ആരിസോണ അറ്റ് ഓൾ. Anyone's been following any other states that they want to address? Please come over here. ആരിസോണയിൽ എന്താണ് നടക്കുന്നത്? അത് കണ്ടില്ലേ, മേരിലൻഡ് 0% റിപ്പോർട്ടിംഗ്. ഓൾ 10 electoral votes have been given to Kamala Harris, right? അതങ്ങനെയാണല്ലോ. ദ റേസ് ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? കോൾ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അതിനു മുമ്പ് തന്നെ പ്രൊജക്റ്റഡ് വിന്നർ ആരാന്ന് പറയും.
സ്റ്റേറ്റിൽ പോള് ക്ലോസ് ചെയ്യാൻ ടൈമായി. ആരിസോണ, അയോവ, നെബ്രാസ്ക, ന്യൂ മെക്സിക്കോ, ന്യൂയോർക്ക് and Wisconsin. So there are 2 swing states and Michigan too. They're all going to close their polls. So 3 swing states will be closing their polls in about exactly 2 minutes. And if I know Michigan, they will be announcing their results starting tonight. The only slow votes are usually counted in the Sun Belt, Arizona and Nevada, but Pennsylvania because it's too big. But rest of the states, we will be seeing the results pretty much tonight. So we could be, everyone please focus. There are 2 big states that will come up pretty soon. We should be starting to get early results from Michigan, Arizona pretty soon, and Wisconsin. So everyone stay glued to the TV, right? This is getting super close, guys. It's as close as you can get.